ഹലോ, അസ്സലാമലൈക്കും. പിന്നെന്താ ഇങ്ങനെ കാണിക്കണേ? ഏ, വേറെ ഒന്നുമില്ല. ഇവിടെ നോമ്പ് തരാണ്. നമ്മളെ സ്വന്തം നാട്ടിലാണ് കേട്ടോ. അപ്പോൾ ആദ്യം മുതൽ അവസാനം വരെ കാണാം. അപ്പോൾ അതിൻ്റെ ഭംഗി എത്രത്തോളം ഉണ്ടെന്ന് അറിയാൻ പറ്റും. പിന്നെ ഇവിടെ വത്തക്ക പണി തുടങ്ങിയിട്ടാ. അതിൻ്റെ മുന്നേ ഇവിടെ പണി തുടങ്ങിയിട്ടാ. ഞാൻ വരുമ്പോൾ ഉള്ള പണിയാണ് കേട്ടത്. വത്തക്ക കിട്ടണേ ഞാൻ കാണിച്ചു തരാം. അതുപോലെ ആദ്യമുള്ള പണി ചെയ്തതൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. നല്ല കട്ടിങ് എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരാണ്. മറ്റേ കയ്യ തട്ടിയ പേടിയാണ്. പിന്നെന്താ തൊപ്പിയൊക്കെ ഇട്ടണമെങ്കിൽ സംശയം ഉണ്ടാകും. തൊപ്പി എല്ലാവർക്കും നിർബന്ധമാണ്. എല്ലാവരും നാട്ടിൽ ഇതേമാതിരി ചെയ്യാൻ നോക്കുക, നല്ലതാണ്. ഓക്കെ, അതാ ഞാൻ പറഞ്ഞ നേരത്തെ ഇവിടെ പണി തുടങ്ങിയത്. പൈനാപ്പിളൊക്കെ വെട്ടി റെഡി ആക്കിയിട്ട് അപ്പോൾ ഞാൻ പറഞ്ഞില്ലേനി. പിന്നെ പരിപാടിയും കാര്യങ്ങളൊക്കെ ഇവിടെ ഉള്ളത് ഞാൻ കാണിച്ചു തരാം. ഇവിടെയാണ് കേട്ടോ പരിപാടി. കസാലയും കാര്യങ്ങളൊക്കെ ഇപ്പോഴത്തെ ലുക്കും ഇങ്ങനെയാണ്. അവസാനം വരെ കാണുമ്പോൾ ലുക്ക് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ. എത്ര ആൾക്കാർ പരിപാടിയെന്ന് ചോദിച്ചാൽ 500 ആൾക്കാർ, 500 400 എത്ര ആൾക്കാരോ പരിപാടിയാണ് പറഞ്ഞത്. അപ്പോൾ നോക്കി നോക്കുക എത്രത്തോളം ഉണ്ടാവും എന്നുള്ളത്. പച്ചമുന്തിരി ഉണ്ട്, പിന്നെ കർമൂസ ഉണ്ട്, പൈനാപ്പിൾ ഉണ്ട്, വത്തക്ക ഉണ്ട്. എല്ലാവരും ഓരോന്ന് മാറിക്കാണ്ട് ഇങ്ങനെ പണിയെടുക്കാൻ കേട്ടോ. പിന്നെ അവിടെ പണി തുടങ്ങിയിട്ടോ. ഇപ്പം പണി തുടങ്ങാൻ കാരണം എന്താ വെച്ചാൽ നമ്മൾ പിന്നെ ലാസ്റ്റ് സമയം നേരക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ കുറച്ച് മുന്നേ നമ്മൾ ചെയ്യുക. ഒരു 5 മണി അല്ലെ 4:30 5 മണി അതിൻ്റെ ഉള്ളിൽ തുടങ്ങാൻ നോക്കുക. 5 മണിക്ക് തുടങ്ങി കഴിഞ്ഞാൽ അത് ഫുള്ള് കംപ്ലീറ്റ് ഒറ്റ നേരം പോകും. അപ്പോൾ എല്ലാവരും അതൊക്കെ ശ്രദ്ധിക്കുക. ഏകദേശം പണിയൊക്കെ ഇവിടെ എത്തി. ഇനിയിപ്പോൾ എല്ലാവരും ഓരോ പ്ലാനിലായി. ഇവിടെ വെക്കണോ അവിടെ വെക്കണോ, അവിടെ അങ്ങനെ ഫുൾ കൺഫ്യൂഷനാണ്. അപ്പോൾ അതിൻ്റെ ഓരോ ഇതിലാണ്. ഇത് കുറച്ച് ലോങ് വീഡിയോ ആയിരിക്കും. കാരണം ആദ്യം മുതൽ അവസാനം വരെ കാണിക്കണം എന്താണെന്ന് വെച്ചാൽ നമ്മളെ സ്വന്തം നാട്ടിലാണ്. അപ്പോൾ നോമ്പ് തരാം. ഞാനൊരു ബ്ലോഗറാന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. നമ്മളെ നാട്ടുകാരും കൂടിയാണ്. അപ്പോൾ പിന്നെ പ്രവാസിയായവർ കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഒരു കാണാനുള്ളൊരു പൂതി ഉണ്ടാവില്ല. അതുകൊണ്ടാണ് കേട്ടോ. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ലൈക്കും കമൻറ്റും അഭിപ്രായങ്ങളൊക്കെ പറയണം കേട്ടോ. പിന്നെ ചെറുനാരങ്ങ വരെ എത്തി. ചെറുനാര ഒന്ന് പിന്നെ ചെമ്പൊന്നും അറിയൊന്നുമില്ലല്ലോ. അപ്പോൾ നേരത്തെ തുടങ്ങുക. അപ്പോൾ അതൊക്കെ നല്ല രീതിയിലൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോഴത്തേക്കും പേപ്പർ വിരിച്ചൽ തുടങ്ങി. ഏകദേശമൊക്കെ ഇവിടെ എത്തി. പേപ്പർ വിരിച്ചലൊക്കെ ഞാൻ പണിയുണ്ട്. ഞാൻ പറഞ്ഞ 3 മണിക്കൂറിന് മുന്നേ ഇത് ചെയ്യാൻ നോക്കുക. എന്നാലും ബാങ്ക് കൊടുക്കുന്ന സമയത്ത് കറക്റ്റ് ടൈമിൽ എല്ലാ പണി കറക്റ്റായിട്ട് കിട്ടും. പിന്നെ അത് മേലത്തെ ഒരു കാഴ്ച കേട്ടോ. ഞാൻ മേലിൽ നിന്നാണ് ഒരു വീഡിയോ എടുക്കുന്നത്. നിങ്ങൾ വീഡിയോ കണ്ടു കഴിഞ്ഞിട്ട് നിങ്ങൾ അഭിപ്രായം പറയണം കേട്ടോ. അതിനെൻ്റെ ഇതുള്ളത്. ഏകദേശം ഇപ്പോൾ സമയം ഏകദേശമൊക്കെ ആവാനായി. ഒരു 5:30 ഒക്കെ ആയിക്കണേ.
സൗണ്ടൊക്കെ കേൾക്കൽ തുടങ്ങി. പിന്നെ കുട്ടികളൊക്കെ വന്ന് സമയമാകാനായല്ലോ. ഇപ്പോൾ കുട്ടികളൊക്കെ വന്ന് റെഡിയായി വന്നു. ആൾക്കാരിങ്ങനെ ഒന്നിച്ച് ഇങ്ങനെ വരുന്നുണ്ട്. ഒരു 6 മണിയൊക്കെ ആകുമ്പോൾ കാണിച്ചു തരാം. ഇപ്പോൾ ഏകദേശം ഇങ്ങനെ ആവാറായി. ഒരു 5:50 ആയിക്കണേ. അപ്പോഴൊക്കെ എല്ലാവരും ഓരോ തിരക്കാട്ടോ. നമ്മ ആൾക്കാരാട്ടോ പേരൊക്കെ. ഇവരൊക്കെ തിരക്കാണ് കേട്ടോ. ഇപ്പം ഏകദേശം ഇങ്ങനെ സമയം ആറായി. 6 മണിയായി. 6 മണിയായി. അപ്പോൾ ഏതാ പ്ലെയറില്ലേ പൊളി. മേലത്തെ വ്യൂ ആട്ടെ. അത് ഏകദേശം ഇവിടെ എത്തിയെന്നുള്ളു. ഏകദേശം പകുതി ഇനി ഒരു 2-3 സാധനം വെച്ചാൽ കഴിഞ്ഞു. നമ്മൾ നാട്ടിൽ നിന്ന് നോമ്പ് തരാണ്. അപ്പോൾ ഒന്ന് കാണിക്കണം എന്ന് തോന്നി. പ്രവാസിയൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് കാണാൻ വേണ്ടി ആഗ്രഹിക്കുന്നത്. ഓൽക്ക് വേണ്ടിയിട്ടാ. ഏകദേശം ബാങ്ക് കൊടുക്കാൻ ഏകദേശം സമയം 6 ആയിക്കണേ. ആൾക്കാരിങ്ങനെ വന്ന് കൂടിയിൽ കുട്ടികളൊക്കെ വന്ന് ആൾക്കാരൊക്കെ വന്ന് കൂടി കേട്ടാ. കുട്ടികളൊന്ന് വന്ന് എടുക്കാനായി. സമയമായില്ല. 6:30 ആയിക്കണേ. പിന്നെ എല്ലാവരും ഇരിക്കൽ തുടങ്ങിയിന്. പിന്നെ ആൾക്കാരൊക്കെ വരൽ തുടങ്ങി. നമ്മൾ അറിയുന്ന ആൾക്കാരൊക്കെ തന്നെയാണ്. എല്ലാവരും നമ്മളെ നാട്ടുകാരൻ തന്നെയാണ്. പിന്നെ ഏകദേശം ആൾക്കാരൊക്കെ വന്ന് ഇരിക്കൽ തുടങ്ങിയിന്. സമയമായല്ലോ. ആകെ ഒറ്റ സമയമല്ലോ. ഒക്കെ നമ്മളറിയുന്ന ആൾക്കാരൊക്കെ ആയതുകൊണ്ടാണ് കേട്ടോ എല്ലാവരും വീഡിയോ ഇടുന്നത്. പിന്നെ ഏകദേശം വിലൊക്കെ ജാബർ പോലൊക്കെ വന്നെത്തി. ഇപ്പോൾ വാങ്ങി കൊടുക്കും. ഒറ്റ സമയമുണ്ട്. പിന്നെ എല്ലാവരും ചോദിക്കും ഞാനെവിടെ എന്നുള്ളൊരു സംശയം ഉണ്ടാവും. അപ്പം കാണിച്ചു തരാം. ഇതാണ് ഞാൻ കണ്ണാടിട്ടത്. നിന്നെ ഞാൻ ഇതിൽ കാണിച്ചില്ലല്ലോ എന്ന് പറയേറ്റ്.
പിന്നെ നമ്മളെ ആൾക്കാരൊക്കെ ഉണ്ട് അവരൊക്കെ ഇപ്പോൾ ബാങ്കൊടുത്ത് ഇത് തിന്നണില്ല വെച്ച് പിന്നെ തിന്ന അതിൻ്റെ കാഴ്ചയായിട്ടത് കുറേ ഒക്കെ ഉണ്ട് കേട്ടോ. പറഞ്ഞ മാതിരി തന്നെ ഒരു 400-500ൻ്റെ അടുക്കുണ്ടാവും ഉറപ്പാണ്. പിന്നെ നമ്മളെ ആൾക്കാർ വാവൊക്കെ ഉണ്ട്, എല്ലാവരും ഉണ്ട് കേട്ടോ. പിന്നെ നമ്മൾ അവിടെ നിന്ന് നേരിട്ട് പോകുന്ന ആൾക്കാർ അവിടെ എപ്പോഴും ഉണ്ട് കേട്ടോ. ഏകദേശം കഴിയാനായി. അപ്പോൾ ഇത്രയൊക്കെ ഉള്ള വീഡിയോ. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. പിന്നെ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം.